പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇരുന്നവനും ഇരിക്കുന്നവനും വീണ്ടും വരുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയുമായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് രാത്രി ചില സാങ്കേതികമായ തടസ്സങ്ങൾ മുമ്പിൽ വന്നു. അതിനെ അതിജീവിച്ച് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനും വാഴ്ത്തത്തിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ ഞങ്ങളുടെ ആയുസ്സിൽ ദീർഘമാക്കി ഇന്ന് രാത്രി അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കി ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്ന്, കാല് കല്ലിൽ തട്ടാതെ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും അവിടെവിടങ്ങളായി സൂക്ഷിച്ച് പരിപാലിച്ച ദൈവ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ സർവശക്തനായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, കോഴി തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ അതെ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ, ഇന്ന് പകലിലും അവിടെ ഇവിടങ്ങള ആയിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിത പങ്കാളികൾ, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. പാടുവാൻ കൃപ നൽകിയാണ്, പ്രാർത്ഥിപ്പാൻ കൃപ നൽകിയാണ്. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിപ്പാൻ അടിന് കൃപ ചെയ്യണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിന് പകരുമെന്ന് പറഞ്ഞ ആ ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ആ 120 പേര് കൂടിയിരുന്ന് ആമേൻ പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി ഒരുമനപ്പെട്ട് ഏകാഗ്രതയോടായിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരണമേ. പൂർവാധിക ശക്തിയോടെ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ സമർപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിന്റെ ശക്തിയാൽ നിറയ്ക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ചില വ്യക്തികളെ അങ്ങ് കൈപിടിച്ചുയർത്തണമേ. വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ സന്തോഷിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി, ഹല്ലേലൂയ. ചില പാപികൾ മനം തിരിയുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ സ്വർഗമിടയാക്കണം. ശുശ്രൂഷിപ്പനടിനെ ശക്തീകരിക്കണം, ജനത്തെ അവിടെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ അക്കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മെസ്സേജ് ആമേൻ അത് തീരാൻ സമയമായി. ആമേൻ, ഇന്ന് ആമേൻ ക്രമീകരണങ്ങളിൽ ആമേൻ ചില തടസ്സങ്ങൾ, നെറ്റ്വർക്കിൽ ചില പ്രോബ്ലംസ് ഒക്കെ നേരിട്ടത് കൊണ്ട് അല്പം വൈകി. എങ്കിലും ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ വചനം എത്രയും വേഗത്തിൽ ആമേൻ സൂക്ഷിച്ചിരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ജീസസ്, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. Amen.
എന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നിലെത്തി കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ആ കർത്താവിനെ മരിച്ച് നമുക്ക് നമ്മുടെ പിതാക്കന്മാർ ചേർന്ന് പാടി ആരാധിച്ച നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ ചേർന്ന് പാടി. ഹല്ലേലൂയ. കർത്താവത്രേ പൈതൽ പ്രായം വരെ എന്നെ പൊന്നി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം വരെ എന്നെ പൊന്നി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നിലെത്തി കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. Hallelujah. Amen. Hallelujah. ചേർന്ന് പാടി സന്തോഷത്തോടെ. ആരും സഹായമില്ലെല്ലാവരും വാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും വാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാരിയില്ലാതിലുള്ളാത്തവേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാരിയില്ലാതിലുള്ളാത്തവേ. എന്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. നമ്മെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും നമ്മെ കരുതുവാൻ ആരുമില്ലെങ്കിലും നമ്മെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനായ ദൈവപുത്രനായ അനുഭവിക്കുന്നവർ ചേർന്ന് പാടി. കല്യാണശാലയിലെന്നെ വിളിച്ചെന്നെ സന്താപമോ കെയും തീർത്തിടുന്ന. കല്യാണശാലയിലെന്നെ വിളിച്ചെന്നെ സന്താപമോ കെയും തീർത്തിടുന്ന. ശീഘ്രം വരും എന്നെ കാന്തൻ വരും നെല്ലിലുല്ലാസമായി വെകുകാലം വാഴാൻ. ഒരു ശീഘ്രം വരും എന്നെ കാന്തൻ വരും നെല്ലിലുല്ലാസമായി വെകുകാലം വാഴാൻ. എന്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. നമ്മുടെ കർത്താവിനെ പാടി രാത്രി ആരാധിപ്പാൻ
സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗത്തെ സന്തോഷമായി കാണുന്നവർ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ആ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രി സന്തോഷത്തോടെ പാടി ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ആമേൻ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ആമേൻ ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരുവാൻ ദൈവം ശക്തരാണ്. വളരെ വേഗത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ സന്ദേശം പറഞ്ഞ് ദൈവത്തിന് ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾ ഒരു അന്ധനായ നേതാവാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഒരു അന്ധനായ നേതാവാണോ? ഹല്ലേലൂയ. നേതാവായിരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമല്ലേ? ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തിലാകട്ടെ, നമ്മുടെ വീട്ടിലാകട്ടെ, നമ്മുടെ സമൂഹത്തിലാകട്ടെ ഒരു ജേതാവായി, ഒരു നേതാവായി ഹല്ലേലൂയ ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാണ് താങ്കൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ സന്തോഷം കൊണ്ട് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇന്ന് രാത്രി ദൈവവചന ചിന്തയ്ക്കായി വായിക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 15:14. അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. കുരുടന് വഴികാട്ടിയാൽ കുരുടന് വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. അവരെ വിടുവി. ഇന്ന് രാത്രി ഹല്ലേലൂയ. ശത്രു ബന്ധിച്ചിരിക്കുന്ന, ശത്രു ആമേൻ അതെ തടഞ്ഞിരിക്കുന്ന ചില നന്മകളെ പ്രാപിക്കുവാൻ അതെ വിളി കേട്ടവരാ, ചില നന്മകളെ അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവരാ. ഹല്ലേലൂയ. അരുമനാഥന്റെ ശബ്ദം കേട്ട് വിടുവിക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, കുരുട്ട് കണ്ണുകളെ തുറക്കുന്നവൻ. ഹല്ലേലൂയ. ദാ വരുന്നുവെന്നുള്ള ആമേൻ ശബ്ദം അന്ധനായിരുന്നെങ്കിലും കേൾക്കുവാൻ കൃപ ലഭിച്ച കുരുടന്മാർ നിലവിളിച്ചപ്പോൾ മിണ്ടരുതെന്ന് ആക്രോശിച്ച് മിണ്ടാതാക്കാൻ നോക്കിയവരോട് സ്വർഗത്തിലെ ദൈവം അയച്ച പുത്രൻ തമ്പുരാൻ ഇടപെട്ടു. അവരെ വിടുവിയും. ഇന്ന് രാത്രി ദൈവമൈതലേ, നിനക്ക് ലഭിക്കേണ്ട നന്മ, നീ അനുഭവിക്കേണ്ട സന്തോഷം, നീ പ്രാപിക്കേണ്ട ആ ഉയരത്തിൽ അഭിഷേകം ആമേൻ പ്രാപിക്കുവാൻ കഴിയാതെ, നന്മ പ്രാപിക്കുവാൻ കഴിയാതെ, സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നിന്റെ പ്രാർത്ഥനയെ തടസ്സം ചെയ്യുന്ന, നിന്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന, നിന്റെ കുടുംബത്തിലെ സമാധാനത്തെ ചോർത്തിക്കളയുന്ന ആമേൻ ചില അനുഭവങ്ങൾ ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ സ്വർഗ്ഗം ഇടപെട്ട് അത് സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി നിന്റെ സമീപം ഉണ്ട്. അവൻ നിന്നോട് ഇടപെടുവാൻ പോകുകയാ, അവൻ നിന്നോട് സംസാരിക്കുവാൻ പോകുകയാ. അവരെ വിടുവി. ഇന്ന് രാത്രി പിശാച് കെട്ടിയ കെട്ടിനെ, പിശാച് ബന്ധിച്ച ബന്ധനത്തെ അഴിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം അതെ അനുഭവിക്കുന്നവൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. അവരെ വിടുവി. ഹല്ലേലൂയ. ആമേൻ. തടഞ്ഞു വെച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ, പിടിച്ചു വെച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ചില അനുഭവങ്ങൾ തിരികെ പ്രാപിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. ഹല്ലേലൂയ. കുരുടനെ വഴി നടത്തിയ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കുരുടന്മാരായ വഴികാട്ടികൾ അവിടെ ഇവിടെ ഹല്ലേലൂയ അനേകരെ തെറ്റിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അനേകരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായി വഴികാട്ടിയായി ഒരു ജേതാവായി ഒരു നേതാവായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി പരാജയത്തിന്റെ അനുഭവം പറഞ്ഞ് തകർന്ന് ആമേ ഒതുങ്ങിപ്പോകുവാൻ അല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആമേ ഒരു ജയാളിയായ ഒരു നേതാവായി വാഴുവാനാണ്. ഹല്ലേലൂയ. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്ന് മന്ദിരത്തിലെ ആ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്ന് പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് കഷ്ടം.
ഹല്ലേലൂയ. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്ന്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. ബുദ്ധിയും വിവേകവും ജ്ഞാനവും വിവരവും ഉള്ളവരായി ഈ ഭൂമിയിൽ രണ്ട് കാലിൽ നിവർന്നു നിന്ന് രാജാക്കന്മാരെ പോലെ വാഴുവാൻ ആക്കി വെച്ച ആമേൻ കുടുംബത്തെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ട പിശാച് ആരെയും വിഴുങ്ങേണ്ടുവന്ന് അലറുന്ന സിംഹമെന്ന പോലെ ഊടാടി സഞ്ചരിച്ച് അനേകരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അതേ കൃപ ലഭിച്ച ദൈവമക്കളെ, വിശുദ്ധിയിൽ തികഞ്ഞവനായ ദൈവ തമ്പുരാൻ അതേ മടങ്ങി വരുമെന്ന് പറഞ്ഞ ദൈവപുത്രന്റെ വരവിന് വേണ്ടി വിശുദ്ധ ജീവിതം തിരുവചന പ്രകാരം ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അതെ ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ ആമേൻ കടക്കാരിൽ നിന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് കഷ്ടം. 23-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഹല്ലേലൂയ. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയോ ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ. ഹല്ലേലൂയ. നോക്കണമേ, ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ. ഹല്ലേലൂയ. ആത്മീയ അറിവ് ഒട്ടുമില്ലാതിരിക്കെ തങ്ങൾ പരിജ്ഞാനം പ്രാപിച്ചവരെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ നയിക്കുവാൻ ശ്രമിക്കുന്ന അനേകര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ അനുഗമിച്ച് മതപരമായ കെണികളിൽ കുഴികളിൽ വീണു പോയവര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്, വീണു പോയിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ കൃപയിൽ ആയിരിക്കും ദൈവമക്കൾ അപ്രകാരം വീണു പോകുവാനിടയാകാതെ, അപ്രകാരം അതേ കുഴി അകപ്പെട്ടു പോകുവാനിടയാകാതെ ജേതാക്കളായി നേതാക്കളായി ഉയർന്നു വരത്തക്ക വിധത്തിൽ നാശകരമായ കുഴയുന്ന ചേച്ചിയിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ചുയർത്തി മാനിച്ച സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അയച്ച ദൈവപുത്രനായ ക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവമക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ഈ ശബ്ദപരിധിക്കുള്ളിൽ ആയിരിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ചുറ്റുപാടും അനേകര് കുഴിക്കകത്ത് വീണുകൊണ്ടിരിക്കുമ്പോൾ, അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, മതപരമായ കടികളിൽ കുഴികളിൽ ആമേൻ ആമേൻ വീണ് കിടക്കുമ്പോൾ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അപ്രകാരം വീണ് കിടക്കുവാൻ അത് വിളിച്ച് ആമേൻ ഇറങ്ങിയവരല്ലല്ലോ. ആമേൻ, കൃപയാൽ കർത്താവ് വരുമ്പോൾ ഇവിടെ നിന്ന് എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവമക്കൾ. ഹല്ലേലൂയ. യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. അതേ സത്യ വേദ പുസ്തകം വായിക്കുന്ന ഒരു ദൈവ പൈതലിന് യേശു കർത്താവ് പറഞ്ഞ ആമേൻ ആ സത്യം അതേ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയും. അവൻ എപ്പോഴും നമുക്ക് വഴി കാണിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കൾ നേതാക്കളായി വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നേതൃത്വത്തെ പിന്തുടരണം. ഹല്ലേലൂയ. മനുഷ്യൻ ഹല്ലേലൂയ ഇവിടെ ആമേൻ നിയമാവലികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അത് തിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മാനുഷിക നേതാവിനെ അല്ല, പൗലോസിനെയോ അപ്പല്ലോസിനെയോ അവരുടെ പക്ഷമല്ല. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെയോ പറയുക, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശു കർത്താവിനെ മാത്രം നോക്കി മുമ്പോട്ട് പോകണം. ജനിച്ച് ആമേൻ ഒരു പരിധി വരെ നല്ലവരായി ജീവിച്ച അനേകര് വീണുപോയിക്കൊണ്ടിരിക്കുകയാ. വീണുപോയവര് ആമേൻ യഥാസ്ഥാനപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ ഇന്നലെ മിന്നിയ അനേക ഉന്നതന്മാര് ആമേൻ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനായി ജീവിച്ച കർത്താവായ യേശു ക്രിസ്തു മരണത്തെയും പാതാളത്തെ അതിജീവിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, അതെ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ മറ്റൊരു കാര്യ
കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. അവൻ വന്ന് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. ആമേൻ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഹല്ലേലൂയ. അതെ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ടിരുത്തേണ്ടതിന് ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഈ പ്രത്യാശയുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം, എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ച് ദൈവ പൈതലായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒരു ദൗത്യത്തിലേക്ക് നയിക്കുന്ന ദൈവം, ഹല്ലേലൂയ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും എന്റെ നാമം ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആമേൻ. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ ആമേൻ എന്റെ ഉപനിധി, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, ഹല്ലേലൂയ, പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ആമേൻ അത് വിടാതെ കണ്ട് പിന്തുടർന്ന ചില പ്രതികൂലങ്ങളെ നീങ്ങിക്കെട്ടുവാൻ അവൻ പ്രാർത്ഥിച്ചപ്പോൾ, എന്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ശക്തനാകുന്നുവെന്ന് പറഞ്ഞ് അതിധൈര്യത്തോടെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ 1-2 മിഷണറി യാത്ര നടത്തി അനവധി നിരവധി സഭകൾ സ്ഥാപിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ എഴുതുവാനും ആമേൻ അഭിഷക്തനെ ശക്തീകരിച്ച ദൈവം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, യൗവനക്കാരി, കുഞ്ഞെ, അഭിഷക്തനെ, ആമേൻ നിന്നോട് കൂടെ ഇരുന്ന് എല്ലാ നാളും വഴി നടത്താമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ട്. ഹല്ലേലൂയ. അവൻ വരാൻ വൈകുന്നത് കൊണ്ട് ഈ സന്ദേശം ആമേൻ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ശക്തിയോടെ ഈ ലൈവിലൂടെ ഇന്ന് രാത്രിയിലും അതേ ദൈവവചനം പങ്കുവെക്കുവാൻ ഇടയായിത്തീരുന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും വിവിധ നിലകളിൽ ദൈവം തന്റെ കൃപയാൽ നിറച്ച് ഉപയോഗിക്കുന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യരെ പിടിക്കുന്നവർ ആക്കുക എന്നതിന് ഒരുവൻ സ്വന്തം ആമേൻ ഉദ്ദേശ നിവൃത്തിക്കായി, ഹല്ലേലൂയ, മനുഷ്യരെ പിടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല യേശു കർത്താവ് ആമേൻ വിളിച്ചത്. ഹല്ലേലൂയ. പാപത്തിൽ നിന്നും മനുഷ്യരെ ക്രിസ്തുവിലേക്കും നിത്യ രക്ഷയിലേക്കും കൊണ്ടുവരിക എന്നതായിരുന്നു ക്രിസ്തുവിന്റെ ആ ശിഷ്യന്മാരോട് ഉള്ള ആ സന്ദേശത്തിൽ അടങ്ങിയിരുന്നത്. അതായിരുന്നു അവരെ ഏൽപ്പിച്ച ദൗത്യം. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ചില സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ എന്റേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ ആമേൻ പലയിടങ്ങളിൽ ഒരേ ലേബലിൽ ഒരേ പേരിൽ അറിയപ്പെടുന്ന സൗധങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുന്ന അനേക പ്രിയപ്പെട്ടവർ നമുക്ക് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, എന്റെ പിന്നാലെ വരുവിനെന്ന് അരുമനാഥൻ അത് തന്റെ ശബ്ദത്തിലൂടെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ആമേൻ തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. ആമേൻ ഒരുവൻ സ്വന്തം ഉദ്ദേശ നിവൃത്തിക്കായി മനുഷ്യരെ പിടിക്കുക എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ പാപത്തിൽ നിന്ന് മനുഷ്യരെ ക്രിസ്തുവിലേക്കും നിത്യ രക്ഷയിലേക്കും കൊണ്ടുവരിക എന്നതായിരുന്നു ക്രിസ്തുവിന്റെ ആമേൻ ശിഷ്യന്മാരുടെ ദൗത്യം. ഹല്ലേലൂയ. ഈ ദൗത്യം എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇപ്പോഴും ആമേൻ അതാണ് ആവശ്യം. ഹല്ലേലൂയ. ഭൂമിയിലെ ശ്രേഷ്ഠവും മാന്യവുമായ ആമേൻ ജോലി ആമേൻ ഇപ്പോഴും അത് തന്നെയാണ്. ഹല്ലേലൂയ. ഈ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുവാൻ സ്വയം സമർപ്പിക്കപ്പെട്ടവർ ഇന്ന് രാത്രി പൂർവാധികം ശക്തിയോടെ ലോകത്തിന്റെ അറ്റത്തോളം
ദൈവത്തോളം എത്തുവാനുള്ള ആമേൻ വഴികൾ അതേ ജീവിതത്തിന്റെ മുമ്പിൽ ഓപ്പൺ ആക്കുവാൻ ദൈവം ശക്തനാണ്. മുമ്പിലുള്ള തടസ്സങ്ങൾ ഇന്ന് രാത്രി അവൻ ചില വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിൽ നീങ്ങിപ്പോകുകയാണ്. അല്ലെങ്കിൽ ജോലി മേഖലയിൽ ഒരു പക്ഷേ നയമാന്റെ വീട്ടിലെ ബാല്യക്കാരി പെൺകുട്ടിയെ പോലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചിലരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ അതെ ബ്രദർ അതെ ദൈവം നിന്നെ ഉപയോഗിക്കും. എന്നാൽ ജോലി മേഖലയിൽ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളെ കണ്ട് നീ ഭാരപ്പെടേണ്ട. ആ ഭാരത്തെ ഇന്ന് രാത്രി സ്വർഗം എടുത്തു മാറ്റി അവന് മഹിമകളുടെ സാക്ഷിയായി മാറുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിന്റെ മേൽ വെളിപ്പെടുത്തി നിന്നിലൂടെ അവൻ ആ കമ്പനിക്കകത്ത് ആ ദേശത്ത് ആ രാജ്യത്തില് ചിലരെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഒരു പക്ഷേ അബ്രഹാമിനെ പോലെ ആമേൻ തലമുറയില്ലാതെ അകാലത്തിൽ പൊലിഞ്ഞുപോയ സ്വന്തം സഹോദരന്റെ തലമുറയെ ഉത്തരവാദിത്വത്തോടെ വളർത്തുന്ന ഭാരിച്ച ആ ഉത്തരവാദിത്വം മാതാപിതാക്കളെ അതെ ആമേൻ ഉത്തരവാദിത്വത്തോടെ നോക്കേണ്ട ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടാകാം. എന്നാൽ കഷ്ടതയും കണ്ണുനീരും നിരാശയുമുള്ള അബ്രഹാമിനെ വിളിച്ച ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ നിവർത്തിപ്പാൻ ശക്തനായിരുന്നു. അബ്രഹാമിലൂടെ ജാതികൾ അനുഗ്രഹിക്കപ്പെടുവാൻ ലോക ജനത അനുഗ്രഹിക്കപ്പെടുവാൻ അബ്രഹാമിനെ വിളിച്ച ദൈവമത്രേ ഇന്ന് രാത്രി താങ്കളെയും വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് ഹല്ലേലൂയ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞത്. എന്റെ പിന്നാലെ വരുവിൻ. ഇന്ന് രാത്രി തന്റെ ക്രൂശെടുത്ത് അവൻ അനുഗമിക്കുന്ന ഒരുവനെ ശക്തീകരിച്ച് മുമ്പോട്ട് നടത്തുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ചിലരുടെ മേൽ ഇന്ന് രാത്രി വിടുതലായി വ്യാപരിക്കുക. ഹല്ലേലൂയ. അവർ യേശുവിനെ അനുഗമിച്ച് ഹല്ലേലൂയ അവന്റെ ആ നിർദ്ദേശങ്ങൾ ആമേൻ അനുസരണത്തോടെ ആമേൻ അതെ ശ്രദ്ധിച്ച് അവൻ നൽകുന്ന ആത്മാവിനെ സ്വീകരിച്ചതുകൊണ്ട് ക്രിസ്തു അവരെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കി തീർത്തു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണമേ. ആമേൻ അത് ക്രിസ്തുവാണ് തന്റെ ശിഷ്യന്മാരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ ലോകത്തിലെ ഒരു നേതാവല്ല, ഏതോ മനുഷ്യനല്ല വിളിച്ചിട്ട് ആമേൻ ഒരു ആമേൻ അഭിഷേകം കൈമാറി ഇന്നെടുത്ത് പൊക്കോ എന്ന് പറഞ്ഞ് അയക്കുന്നത് ആമേൻ അത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനല്ല. ആമേൻ അത് ക്രിസ്തുവാണ് തന്റെ ശിഷ്യന്മാരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നത് എന്ന കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ അത് അവരുടെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന ഒരു ആശയ പ്രകാരമല്ല ചെയ്യുന്നത്, ഉയരത്തിൽ ആത്മാവിന്റെ നിയോഗത്തോടെയാണ്. ഇന്ന് രാത്രി ഏതെങ്കിലും സെന്ററോ ഏതെങ്കിലും പ്രസ്ഥാനമോ ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു വ്യക്തിയോ പറഞ്ഞെടുത്തു പോയാൽ അതേ കർത്താവ് പറഞ്ഞ ശുശ്രൂഷ ചെയ്യണമെന്നില്ല. എന്നാൽ ഉയരത്തിലെ ദൈവം അതെ നിന്നെ നിയോഗിച്ച് അയച്ചാൽ നീ പോകുന്നിടത്ത് നിന്റെ കഴിവല്ല നിന്റെ ബുദ്ധിയല്ല അതെ നീ വിശ്വസിച്ച അവൻ അതെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിന്നോട് കൂടെ ഇരുന്ന് വചനത്തെ ഉറപ്പിക്കുവാൻ ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ ശുശ്രൂഷകനായി ഹല്ലേലൂയ അതേ നിത്യതയിൽ എത്തുന്നത് വരെ ശിഷ്ടായുസ് ഈ ഭൂമിയിൽ അതേ ധൈര്യത്തോടെ ദൈവമേൽപ്പിക്കുന്ന കാര്യങ്ങൾ അതിശക്തിയോടെ ചെയ്യുവാൻ ഉയരത്തിൽ അഭിഷേകം ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി ചിലരുടെ മേൽ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. കാരണം ഇത് അന്ത്യകാലമാ. സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. അവർ യേശുവിനെ അനുഗമിച്ച് അവന്റെ നിർദ്ദേശങ്ങൾ അനുസരണയോടെ ശ്രദ്ധിച്ച് അപ്പം ആരെയാണ് അനുഗമിക്കേണ്ടത്? ഹല്ലേലൂയ. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെയാണോ? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെയാണോ? എങ്ങനെയാ നേതാവായത്? ഹല്ലേലൂയ. നമുക്കറിയാം ഇസ്രായേലിന് ഒരു നേതാവായി രാജാവായി ശൗലിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. അവരാവശ്യപ്പെട്ടതുപോലെ ശൗലിനെ രാജാവായിട്ട് കൊടുത്തു. അധികം നാൾ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവൻ രാജാവായി ഇരിക്കുവാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. അതെ മനുഷ്യനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് അധികകാലം നിലനിൽപ്പില്ല കേട്ടോ. എന്നാൽ രാജാതി രാജാവ് കർത്താതി കർത്താവ് ദേവാതി ദേവനുമായ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ആക്കി വെക്കുന്നവർ ആമേൻ
നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. അതെ, ക്രിസ്തുവിൻ ആമേൻ അനുഗമിച്ച ശിഷ്യന്മാരെ ഹല്ലേലൂയ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നത് ഹല്ലേലൂയ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആമേൻ. അതവരുടെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന ആശയവുമല്ല. പിന്നെ അവർ യേശുവിനെ അനുഗമിച്ച് തന്റെ നിർദ്ദേശങ്ങൾ അനുസരണയോടെ ശ്രദ്ധിച്ച് അവൻ നൽകുന്ന ആത്മാവിനെ സ്വീകരിച്ചതുകൊണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന ആത്മാവിനെ സ്വീകരിക്കാത്തവർക്ക് യഥാർത്ഥമായി ക്രിസ്തുവിന്റെ ദൗത്യം അതേ വിശ്വസ്തയോടെ ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആമേൻ കാത്തിരുന്ന് ആമേൻ ആ ശിഷ്യന്മാർ 120 പേരടങ്ങുന്ന ആ സംഘം ആത്മാവിനെ പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി ആത്മനിയോഗം പ്രാപിച്ച കർത്തൃവേലയിൽ ആയിരിക്കുന്ന അഭിഷക്തന്മാരെ, നിങ്ങളുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ യഹോവയെ കാത്തിരിക്കുന്നവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരുകയോ, ബാല്യക്കാർ ക്ഷീണിച്ചു പോവുകയും യൗവനക്കാർ ഇടറി വീഴുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ അത് പറന്നുയരുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി സ്വർഗം തന്റെ ആത്മാവിനെ പകരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പിൽക്കാലത്ത് എങ്ങനെ മനുഷ്യരെ പിടിക്കുന്നവരായിട്ടാണ് കർത്താവ് അവരെ മാറ്റിയതെന്ന് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്ന്, അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ച് ഗ്രഹിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. യഥാർത്ഥ ഒരു നേതൃത്വത്തിന്റെ ആരൂപമാണ് ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. അവിടുത്തെ അഭാവത്തിൽ പോലും അവിടുത്തെ പഠിപ്പിക്കലുകളോ ഉപദേശങ്ങളോ നമ്മെ ആമേൻ അതെ നയിക്കുവാനും പഠിപ്പിക്കുവാനും ഓർമ്മപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ജാഗ്രത പാലിക്കുവാനും അവനു വേണ്ടി ഒരു നല്ല നേതാക്കളാകുവാനും, നല്ല ഒരു പടയാളിയായി, നല്ല ഒരു യോദ്ധാവായി, നല്ല ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ കഷ്ടതകളിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും നമ്മെ മുമ്പോട്ട് നയിക്കുവാൻ ഉയരത്തിൽ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവേ തലമുറകളെ സകല സത്യത്തിൽ വഴി നടത്തുന്ന കുടുംബത്തിലുള്ള അത് ജീവിത പങ്കാളിയാകട്ടെ, കൂടപ്പിറപ്പാകട്ടെ, വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ട ലോകത്ത് അവരുടെ വിദ്യാഭ്യാസം കൊണ്ടോ, അവരുടെ പണം കൊണ്ടോ, അവരുടെ സുഹൃത്ത് ബന്ധം കൊണ്ടോ നേരായ പാതയിൽ നടക്കുവാൻ കഴിയാതെ അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോ, തകർക്കുന്നവരുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ വഴികളിൽ ഒരുവന് സഞ്ചരിക്കുവാൻ കഴിയണമെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വരണം. അവൻ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ ഈ ആത്മാവിന് നിന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ സ്നേഹിത? നിനക്ക് കഴിവുണ്ട്, നിനക്ക് പ്രതാപമുണ്ട്, നിനക്ക് സൗന്ദര്യമുണ്ട്, നിനക്ക് ആർഭാടമായി ജീവിക്കാനുള്ളത് എല്ലാമുണ്ട്. എന്നാൽ സകല സത്യത്തിലും വഴി നടത്തുന്ന അത്യുന്നതന്റെ ആത്മാവിനെ നീ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ലേ എങ്കിൽ ആ ശിഷ്യന്മാർ കാത്തിരുന്നത് പോലെ കാത്തിരുന്ന് അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. അവർ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. നോക്കുക, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത്. അപ്പൊ ആത്മാവിനെ പ്രാപിക്കുന്ന ഒരു ദൈവവൈതലിന് അഖിലാണ്ടത്ത് സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവൻ സ്വയം സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് ഇനി മേലാൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് ആമേൻ അതെ പരിശുദ്ധാത്മാവ് അതെ അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഈ ഭൂമിയിൽ തന്നെ അനുഗമിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ശുശ്രൂഷിക്കുമ്പോൾ ദൈവപുത്രനായി ക്രിസ്തു മഹത്വപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ ദൈവനാമം മഹത്വപ്പെടുവാനിടയാകട്ടെ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ചില തലമുറകളുടെ മേൽ അത് ഈ ആത്മാവിനെ പകരുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി പിതാവേ നീ പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുന്നത് നിമിത്തം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ തലമുറയിൽ അത് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ
പോലെ അവരുടെ ഹൃദയത്തിൽ പരിവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അവർ ആൾ മാറിയവരെ പോലെ അത് ദൈവ പൈതലായി പാപത്തെ ഉപേക്ഷിച്ച് ദൈവ പൈതലായി ജീവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നിന്റെ പ്രാർത്ഥന ചലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ. അത് ഇന്ന് രാത്രി ആത്മഭാരമുള്ളവർ തലമുറകൾക്ക് വേണ്ടി, കൂടപ്പുറപ്പിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ഇട്ടുവിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ ഈ ലോകത്തോട് ഇഴകിച്ചേരുന്ന, ഈ ലോകത്തിന്റെ അതേ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ആത്മാവിനെ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന തിരുവചനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച് പാപം ചെയ്യുവാനുള്ള ടെൻഡൻസി, ദുഷ്ട പിശാച് അത് നീ പഠിക്കുന്ന സ്ഥാപനത്തിൽ കുഞ്ഞെ കൊണ്ടുവരുമ്പോൾ ഭാര്യ അറിയാതെ, ഭർത്താക്കന്മാരെ അതേ പിശാച് നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതിയിടുമ്പോൾ അറിയാതെ ഭാര്യമാരെ ദുഷ്ട പിശാച് അതെ നിന്നെ തകർത്ത് കളയുവാൻ അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എന്ന കാര്യസ്ഥൻ അത് നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയോ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവത്തെ കുറിച്ച്, സ്വർഗരാജ്യത്തെ കുറിച്ച് അവന്റെ ആമേൻ ജനം അറിയേണ്ടതെല്ലാം ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഇന്ന് രാത്രി ഉള്ളതുപോലെ പഠിപ്പിക്കുവാൻ കഴിയുന്ന ആത്മാവിനാൽ ആമേൻ പഠിച്ച് അതേ നല്ല ജേതാവായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അതെ പുതിയ നിയമം ഈ സത്യത്തിന്റെ വെളിപ്പാടാണ്. ആമേൻ. അതേ വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവ വചനം ഉപയോഗിക്കുകയും ഓരോ വിശ്വാസിയെയും അതേ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവരിൽ വസിക്കുകയും അവരെ പ്രകാശിതരാക്കുകയും ചെയ്യുന്നു. അത് അന്ധകാരത്തിൽ കിടന്ന മാനവരാശിയെ അത്ഭുത പ്രകാശത്തിലേക്ക് അത് നയിക്കുവാൻ ഉൾനട്ട ജീവന്റെ വചനം ആമേൻ ലോകത്തിൽ അനേകരെ സത്യ വെളിച്ചത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണമിടയായി എന്നെയും ട്രിവാൻഡ്രം ജില്ലയിൽ ചെങ്കൽ ഹല്ലേലൂയ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ട്രിവാൻഡ്രം ആമേൻ അതേ ചെങ്കൽ ചൂള എന്ന് പറയുന്ന സ്ഥലത്ത് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വചനം എത്തിയത് കൊണ്ട് അവിടെ ഹല്ലേലൂയ അതേ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടത് നിമിത്തം അവിടെ ഭയാനകമായ അനുഭവങ്ങൾ മാറി ഇന്ന് സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദേശമായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്ന യോഹന്നാൻ നിമിത്തം ആമേൻ അത് സ്വർഗതുല്യമായി മാറി. അങ്ങനെ അനവധി നിരവധി കുടുംബങ്ങൾ, വ്യക്തികൾ രൂപാന്തരപ്പെട്ടു കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട് ഇനി ജീവിക്കുവാൻ ഒരു ആമേൻ അതേ ഗതിയുമില്ല എന്ന് ചിന്തിച്ച്, ആത്മഹത്യ മാത്രമെന്ന് മുമ്പിലുള്ളതെന്ന് ചിന്തിച്ച് ആമേൻ അതേ നശിക്കുവാൻ പിശാച് അനേകരുടെ ഹൃദയത്തിൽ ചിന്തയിട്ട് തകർക്കാൻ നോക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം അയച്ചത് സ്നേഹിത താങ്കൾക്ക് ഒരു നിത്യ ജീവൻ നൽകുവാനാണ്. ഇന്ന് രാത്രി യേശുവേ ഞാനൊരു പാപിയായ എന്നെ രക്ഷിപ്പാനാണ് അങ്ങ് ഈ ലോകത്തിൽ ജനിച്ചതെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. എന്റെ പാപത്തിനു വേണ്ടിയാണ്, എന്റെ ആ രക്ഷയ്ക്ക് വേണ്ടിയാണ് ആ 2 കള്ളന്മാരുടെ മധ്യേ ആ ക്രൂശിൽ അങ്ങ് യാഗമായി തീർന്നത്, മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് എന്റെ അതേ ആ നിത്യ ജീവന് വേണ്ടിയാണ്, എന്റെ നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഹൃദയം കൊണ്ട് അങ്ങ് വിശ്വസിക്കുന്നു. രക്ഷയ്ക്കായി വായ്കൊണ്ട്
പറയുന്നു. ഇന്ന് രാത്രി തികച്ച സൗജന്യമായി ആമേൻ ഒരു ദൈവവൈദ്യനായി ജീവിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയെ നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാകുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ഹല്ലേലൂയ. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് മോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ നൽകിയ ഏകനാമം യേശു എന്ന നാമമാണ്. ഹല്ലേലൂയ. ആ നാമം അത്രേ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം നൽകപ്പെട്ടത്. ആമേൻ. മാനവരാശിയുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആഴ്ച ഇന്നതെന്നും വിശുദ്ധന്മാരാൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ ആമേൻ അത് വെളിപ്പെടുന്ന ഹല്ലേലൂയ ആ ദൈവ ശക്തിയെ കുറിച്ച് ഹല്ലേലൂയ ആമേൻ അതെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ നിമിത്തം വിശ്വാസത്തിലേക്ക് വന്നവര് ഈ നിലവാരത്തിൽ വർദ്ധിച്ചു വരുന്നത് കാണുവാൻ അവൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി നാം നിമിത്തം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളികളെല്ലാം ആത്മാവിനെ പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടേണ്ടതിന് വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. ഇവരിലുള്ള വാഗ്ദാനങ്ങൾ മൂലം ഓരോ വിശ്വാസിയും ദൈവാത്മാവ് നൽകുന്ന പ്രകാശനം അന്വേഷിക്കുകയും ഹല്ലേലൂയ അഭ്യാസനത്തിനായി ആത്മാവിനെ ആശ്രയിക്കുകയും വേണം. ഹല്ലേലൂയ. അതത്രേ ദൈവം തന്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരു അധ്യാപകൻ എന്ന നിലയിൽ എപ്പോഴും നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടത്രേ സങ്കീർത്തനം 25 അതിന്റെ 3, 4 വായിക്കുമ്പോൾ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഇന്ന് രാത്രി യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. എത്ര പേർ വിശ്വസിക്കും? കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. മൂക്കിൽ ശ്വാസമുള്ള ഒരുത്തനെയും എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. കാരണം അവൻ മാറ്റി പറയും. ഹല്ലേലൂയ. അവൻ അവസരവാദിയാണ്. എന്നാൽ വചനം പറയുന്നു നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ആമേൻ ലജ്ജിച്ചു പോകും. ഹോവേ, നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. ഇന്ന് രാത്രി എത്ര പേർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും? ഹല്ലേലൂയ. അവിടുത്തെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. ആമേൻ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. ഹല്ലേലൂയ. അതെ, വരുമാനമുള്ളത് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരും. നിന്റെ ഭാവി എന്താകുമെന്ന് നിനക്കറിയില്ലെങ്കിലും ഹല്ലേലൂയ നിന്റെ ഭാവിയെ നന്നായി അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ഭാവിയിൽ തന്റെ ജനം അറിയേണ്ടത് ആമേൻ ദൈവഹിതം ആണ്. അത് ദൈവഹിതം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരെ ദൈവം അറിയിക്കും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയത് ലേഖനങ്ങളിലൂടെ വെളിപ്പാടും ആമേൻ അത് പുസ്തകത്തിലൂടെ ഹല്ലേലൂയ ദൈവം നൽകി തന്നിട്ടുണ്ട്. ആമേൻ. വരും കാലങ്ങളിൽ ഒരു ദൈവ പൈതൽ, ഒരു ഭക്തൻ എന്തായി തീരും? ഹല്ലേലൂയ. പുതിയ ആകാശം, പുതിയ ഭൂമി, അവിടെ എന്റെയും നിങ്ങളുടെയും സ്ഥാനം എന്തായിരിക്കും ഇത്യാദി ഭാവി കാര്യങ്ങളെ ആസൂത്രണം ചെയ്തിട്ടത്രേ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നോക്കിക്കേ, പരിശുദ്ധാത്മാവിനെ ഒരുവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ
ആ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് നൽകി. ആമേൻ. അതേ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആ വ്യക്തിയെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവായ യേശുവിനെ മഹത്വപ്പെടുത്താത്ത ഒരു ഉപദേശവും ആമേൻ ദൈവത്തിൽ നിന്നുള്ളതല്ല. ആമേൻ. ഏത് ഉപദേശത്തെയും ആമേൻ അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാൻ അതേ സാധിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആമേൻ ക്രിസ്തുവിന്റേതെല്ലാം തന്റെ ശിഷ്യന്മാർക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനത്തിന്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ള സഹവാസം ഓരോ ദിവസവും ആമേൻ ദൃഢമാക്കിക്കൊണ്ട് ഹല്ലേലൂയ അനുനിമിഷം ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ഒരു ദൈവവൈതലിനെ ഈ അന്ത്യകാലഘട്ടങ്ങളിൽ ദൈവശക്തമായി ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനായി കണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ചില വേദനകൾ, ചില കഷ്ടതകൾ, ചില പ്രതികൂലങ്ങൾ ജീവിതത്തിന്റെ മുമ്പിൽ അതേ അനുഭവിക്കേണ്ടതായി വരുമ്പോൾ മാറിയെ മധുരമാക്കി തീർക്കുന്ന ദൈവത്തെ കുറിച്ച് ആമേൻ നവോമി ആമേൻ പറഞ്ഞതുപോലെ ആമേൻ നമ്മുടെ ജീവിതത്തിലൂടെ ആമേൻ ഈ ലോകത്ത് യേശു കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ അത് ചില അനുഭവമുള്ളവരായി മാറുവാൻ ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ടാണ് ചില വേദനകൾ, ചില കഷ്ടതകൾ, ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ മാറാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല കേട്ടോ. ഇന്ന് രാത്രി വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് ഇനി എന്തായിത്തീരും, നാട്ടിലേക്ക് തിരികെ പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും ഇത്യാദി വിഷയങ്ങളുമായി ഭാരപ്പെട്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തിരുവചനത്തിലൂടെ ഇടപെടുകയാ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഹല്ലേലൂയ. അതെ, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവന് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അമ്മേ, നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇന്ന് രാത്രി ആ ആത്മാവിനെ പ്രാപിച്ചവർ, ആ പ്രത്യാശയുള്ളവർ ആമേൻ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട് ഇന്ന് ആത്മാവിനെ പ്രാപിച്ച നിന്റെ ജീവിതത്തിന്റെ മുമ്പിലുള്ള ആമേൻ കൈപ്പേറിയ അനുഭവത്തെ മാധുരമാക്കി തീർക്കുവാൻ ശക്തനായ ദൈവം കൂടെയുള്ള അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഓ, ചെങ്കടലിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുവാൻ ഇസ്രായേൽ ജനത്തെ അനുവദിക്കാത്ത ദൈവം ചെങ്കടൽ പാതയൊരുക്കിയതുപോലെ ഇന്ന് രാത്രി ആമേൻ ദൈവ പൈതലായി ജീവിക്കുന്ന, ദൈവ പൈതലായി ആദ്യം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിന് മുമ്പിലുള്ള ചെങ്കടൽ സമാനമായ പ്രശ്നങ്ങളെ വിഭജിക്കപ്പെടുകയാ. ഹല്ലേലൂയ. യോർദാൻ രണ്ടായി അത് വിഭജിക്കപ്പെടുകയാ. ഇന്ന് രാത്രി അതേ ആമേൻ എരികോ മതിൽ അമർന്നു പോയതുപോലെ നിന്റെ ജീവിതത്തിന് മുമ്പിലുള്ള ആമേൻ ആ നന്മയെ പ്രാപിക്കുവാൻ കഴിയാതെ ശത്രു ഉയർത്തിയ മതിലുകൾ അമർന്നു പോകുന്ന രാത്രിയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ആമേൻ അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. അത് ഞങ്ങൾ മനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങൾ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ വചന സന്ദേശം ആത്മീയർക്കുള്ളത്. ഹല്ലേലൂയ. അനാത്മീയനായിരിക്കുന്ന ജഡീകന്മാരായിരിക്കുന്ന പ്രാകൃതന്മാരായിരിക്കുന്നവരുടെ ജീവിതത്തില് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ ഹല്ലേലൂയ അവർ ആത്മീയരായി മാറും. ഹല്ലേലൂയ. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല, കൈക്കൊള്ളുന്നില്ല. ആമേൻ. വീട്ടിലുണ്ടോ പ്രാകൃതൻ?
ഒരുപക്ഷെ ജീവിത പങ്കാളിയായിരിക്കാം, ഒരുപക്ഷെ ആമേൻ തലമുറകളായിരിക്കാം, ഒരുപക്ഷെ സഹോദരങ്ങളായിരിക്കാം, ഒരുപക്ഷെ ജോലി സ്ഥലത്തായിരിക്കാം. പ്രാകൃതന്മാരുണ്ടെന്നേ അവർ നിമിത്തം മുഷിയരുത്. വചനം പറയുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല, കൈക്കൊള്ളുന്നില്ല. അതവന് മോക്ഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിക്കുവാൻ കഴിയുന്നതുമില്ല. ചിലരങ്ങനെയാ. ഈ വചനം എത്ര വായിച്ചാലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അവർക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാ നാമോ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാകുന്നത്. പ്രിയമുള്ളവരെ, നല്ലതും ജാഗരൂകനുമായ ഒരു നേതാവ് സത്യം പിന്തുടരുന്നു. ഹല്ലേലൂയ. അവൻ അനുകമ്പയുള്ളവനും താഴ്മയുള്ളവനും എല്ലാ മനുഷ്യരോടും നീതിമാനുമാണ്. ഇന്ന് രാത്രി താങ്കൾ എങ്ങനായിരിക്കുന്നു? താങ്കൾ ഒരു ആത്മീയനാണോ? ഹല്ലേലൂയ. ആമേൻ. ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ താങ്കളുടെ ജീവിതം എപ്രകാരമായിരിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. നല്ലതും ജാഗരൂകനുമായ ഒരു നേതാവ് സത്യം പിന്തുടരുന്നു. അവൻ അനുകമ്പയുള്ളവനും താഴ്മയുള്ളവനും എല്ലാ മനുഷ്യരോടും നീതിമാനുമാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 35, 36 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞ് ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയുണ്ടായി. ആമേൻ. യേശുവിന്റെ ശുശ്രൂഷ സംബന്ധമായ സകല കാര്യങ്ങളും ആമേൻ ഇവിടെ ഏറ്റവും ആമേൻ സംക്ഷിപ്തമായ രീതിയിൽ വിവരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണത്. ഹല്ലേലൂയ. ആമേൻ. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്ത് അവന്റെ ശ്രുതി സുറിയിലൊക്കെയും എന്ത് ചെയ്തു? പരന്നു. നാനാവാദികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നീ അഭിമുഖീകരിക്കുന്ന ഏത് രോഗമായാലും ഏത് പ്രശ്നമായാലും യേശു കർത്താവ് ആമേൻ പരിഹരിപ്പാൻ ശക്തരാണ്. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ അടുക്കൽ വന്നവർ സൗഖ്യമായി. ആമേൻ. നിരാശയോടെ വന്നവർ സന്തോഷത്തോടെ തിരികെ പോയി. ഹല്ലേലൂയ. ഇതൊക്കെയും യേശു ചെയ്തതിന്റെ കാരണം ഹല്ലേലൂയ ആമേൻ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത് അവൻ മനസ്സലിവുള്ളവനാണ്. രണ്ട്, സ്നേഹം ആവശ്യത്തിലായിരിക്കുന്ന ഹല്ലേലൂയ അതേ നിസ്സയരായിരിക്കുന്നവരോടുള്ള ദയ യേശുവിലൂടെ വെളിപ്പെട്ടു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കായി ജീവിക്കുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ, ദൈവമക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ അപ്രകാരം രോഗികൾ സൗഖ്യമാകണമെങ്കിൽ ഹല്ലേലൂയ നാനാവാദികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഹല്ലേലൂയ ദീനക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് സൗഖ്യമാകുവാൻ വിടുതൽ പ്രാപിക്കുവാൻ കാരണം അവന്റെ ജീവിതത്തിലെ സ്വഭാവം അപ്രകാരമായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ മനസ്സിലുള്ളവനായിരുന്നു, അവൻ സ്നേഹമുള്ളവനായിരുന്നു, ആവശ്യത്തിലായിരിക്കുന്നവരുടെ ഉള്ള ബന്ധത്തിൽ ഹല്ലേലൂയ അവൻ നിസ്സഹായനായിരുന്നവരോടുള്ള ദയ കാണിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. ഹല്ലേലൂയ. അപ്പൊ ഹൃദയം ആമേൻ കഠിനപ്പെട്ടിരിക്കുന്നവരിലൂടെ, ഹൃദയം ദുഷ്ട ഹൃദയമായവരിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. ആമേ. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ മനസ്സ്,
യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞെന്ന്, യേശു ആമേൻ കുരുടനെ കണ്ട് മനസ്സലിഞ്ഞെന്ന്, യേശു ആമേൻ കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞെന്ന്. അതേ സ്നേഹിത, ഇന്ന് രാത്രി യേശു നിന്നെ കണ്ട് മനസ്സലിയുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. നീ തകർന്നു പോകേണ്ടവനല്ല, നീ നശിച്ചു പോകേണ്ടവനല്ല, നീ നിത്യജീവൻ പ്രാപിക്കേണ്ടവനാണ്. അതേ സ്നേഹിത, നിനക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ യാഗമായി തീർന്നത്. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ട് ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. നാളിതുവരെ യേശുവിനെ അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിട്ടും യഥാർത്ഥമായി അനുഗമിക്കുവാൻ കഴിയാതെ ദുഷ്ടപിശാചിനാൽ ആമേൻ ബന്ധിക്കപ്പെട്ട് അതെ പ്രാപിച്ച സന്തോഷം ആമേൻ അനുഭവിക്കുവാൻ കഴിയാതെ ഒതുങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് രാത്രി യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി നിന്നെ തൊടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. മർക്കോസ് 1:41 യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒതുങ്ങിയിരിക്കുന്ന നിന്നെ ഇന്ന് രാത്രി യേശു തൊടുന്ന രാത്രിയാ. നിന്റെ തലമുറയെ തൊടുന്ന രാത്രിയാ. നിന്റെ കൂടപ്പുറപ്പിനെ തൊടുന്ന രാത്രിയാ. നിന്റെ രോഗത്തെ തൊടുന്ന രാത്രിയാ. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വചനം കേട്ടുകൊണ്ട് വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സറിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. ഹല്ലേലൂയ. നോക്കുക, യേശു ഉപദേശിക്കുന്നവൻ, യേശു മനസ്സറിയുന്നവൻ, യേശു സൗഖ്യമാക്കുന്നവൻ, യേശു വിടുവിക്കുന്നവൻ. ഹല്ലേലൂയ. ലൂക്കോസ് 7:13 വായിക്കുമ്പോൾ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല എഴുന്നേറ്റു. അതേ ജീവനോടെ ഹല്ലേലൂയ എഴുന്നേറ്റു. ഇന്ന് രാത്രി ചില ബാലന്മാരെ യേശു തൊടുന്ന രാത്രിയാ. അതേ രോഗക്കിടക്കയിൽ കിടക്കുന്ന ചിലരെ തൊടുന്ന രാത്രിയാ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി കഴിഞ്ഞ വെള്ളിയാഴ്ച തത്സമയ പ്രാർത്ഥനയില് ആമേൻ അത് കടന്നു വന്ന ഒരു വാത്സല്യ കുടുംബത്തില് ആമേൻ ഭർത്താവ് ആമേൻ ലൂസ് മോഷനാൽ ആമേൻ 3-4 ദിവസമായി കിടക്കയിലായിരുന്നു. എന്നാൽ തത്സമയ പ്രാർത്ഥനയിൽ ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മസാന്നിധ്യം ആമേൻ തന്റെ ശരീരത്തിൽ അത് വെളിപ്പെട്ട് അത്ഭുതകരമായി സൗഖ്യമായ കാര്യം ഇന്ന് പകൽ വിളിച്ചു പറയുകയുണ്ടായി. ദൈവം അനുവദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച അവർ തത്സമയ പ്രാർത്ഥനയിൽ കടന്നു വരുമ്പോൾ സാക്ഷ്യം പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ പറയട്ടെ, ജോലിക്ക് വേണ്ടി ഭാരപ്പെട്ടു. ആമേൻ. അതെ, സ്വർഗത്തിലെ ദൈവം അന്ന് തത്സമയ പ്രാർത്ഥനയിൽ ജോലി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. അന്ന് തന്നെ ആമേൻ അതെ ഒരു ഇന്റർവ്യൂ എഴുതി അറ്റൻഡ് ചെയ്തിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. അതെ, അടുത്ത മെയ് മാസം 1-ാം തീയതി ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലിക്ക് പ്രവേശിക്കുവാനുള്ള ആമേൻ അതെ പോളിംഗ് ഉണ്ടായി. ഹല്ലേലൂയ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. അങ്ങനെ ആമേൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവളോട് കരയണ്ട എന്ന് പറഞ്ഞ് അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചുമക്കുന്നവർ നിൽക്കുന്ന ഹല്ലേലൂയ മഹത്വം കൊടുക്കത്തക്ക വിധത്തിൽ അതെ നിന്റെ കുടുംബത്തിന്റെ ഭാരം നീ ചുമക്കുകയാ. നിന്റെ തലമുറയുടെ ഭാരം നീ ചുമക്കുകയാ. അതെ, ചുമന്ന് മടുത്തു, അയ്യോ ക്ഷീണിച്ച് ആമേൻ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ ഇന്ന് രാത്രി ദൈവാത്മാവ് പറഞ്ഞു, അതെ നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞ് ചുമന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ നീതിയോട് ഉത്തരവരുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിന്റെ വിഷയത്തെ തൊടുന്ന രാത്രിയാ. വിശ്വസിച്ച് ഇന്ന് രാത്രി വിടുതൽ ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കോ. അതെ, നിന്റെ കുഞ്ഞിനെ തൊടുന്ന രാത്രി, അതെ നിന്റെ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ നീ ചുമക്കുന്ന ഭാരം നീക്കി സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുകയാണ്. ആമേൻ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവളോട് കരയണ്ട. അതേ തലമുറയോടുള്ള ബന്ധത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആമേൻ വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ആമേൻ. ദൈവജനത്തിന്
ഇടയന്മാരായിരിക്കേണ്ടുന്ന മത നേതാക്കന്മാർ, ഹല്ലേലൂയ, അത് ഇസ്രയേലിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ കള്ളന്മാരെ പോലെയും കവർച്ചക്കാരെ പോലെയും ആയിരുന്നുവെന്ന് സത്യവചനം വളരെ വ്യക്തമായി പറയുന്നു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ആയി വരുന്നത് കണ്ടിട്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഒരിക്കൽ ആട്ടിടനായിരുന്ന ദാവീദ് തന്റെ അപ്പന്റെ ആടുകളുമായി കാട്ടിലായിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു കരടി കയറി വന്നു. ഒരിക്കൽ ഒരു സിംഹം കയറി വന്നു. ആമേ, അതെ, തന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകൾക്ക് നേരെ വന്ന ആമേ സിംഹത്തിന് നേരെ, കരടിക്ക് നേരെ തന്റെ ജീവനെ വലുതായി കാണാതെ ആമേ അതിനെ വലിച്ചു കീറി ആ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കുവാൻ ദാവീദിനെ ബലപ്പെടുത്തിയ ദൈവ പൈതലേ, അതെ, എന്നെ നിങ്ങളെ തകർത്ത് കളയുവാ ദുഷ്ടപിശാച് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോ കാൽവറിയിൽ സ്വയം സമർപ്പിക്കപ്പെട്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്ത് നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ച് തിരുത്തി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വേണ്ടി കാൽവറിയിൽ രക്തം മറുവിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവം തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഹല്ലേലൂയ വിശ്വസ്തയോടെ ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഹല്ലേലൂയ. യഹൂദന്മാരല്ലാത്തവരുടെ ഇടയിലും അവൻ ഇന്നും പലപ്പോഴും ഇത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നേരെ മറിച്ച് അവൻ അന്ധനായ ഒരു നേതാവ് അജ്ഞതയോടെ നടക്കുന്നു. അവൻ സത്യം പിന്തുടരുന്നില്ല. അവൻ ഒരു കപട വിശ്വാസിയാണ്. ഹല്ലേലൂയ. അഹങ്കാരിയാണ്. സമൂഹത്തിലെ ദുർബലന്മാരെ മുതലെടുക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. മത്തായി 23 അത് 3 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ സവിസ്തരം അവിടെ വർണ്ണിച്ചിരിക്കുന്നതായി വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ആകയാൽ ആമേൻ, അവർ കനമുള്ള ചുമടുകളെ കെട്ടി ആമേൻ മനുഷ്യരുടെ തോളിൽ വെക്കുന്നു. ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നത് അവർക്ക് പ്രിയവുമാകുന്നു. ആമേ, നിങ്ങളോ റബി എന്ന് പേരെടുക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്നും പേർ എടുക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഹല്ലേലൂയ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗ രാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമേറിയ ശിക്ഷാവധി വരും. ഹല്ലേലൂയ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യൻ ആക്കുന്നു. ഇത് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇന്ന് അനേക മത നേതാക്കന്മാരും
മത പഠിപ്പിക്കലുകാരും ചെയ്യുന്ന കാര്യമത്രേ കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് കഷ്ടം. മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ, ഏത് വലിയത്, സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരുമായുള്ളവരെ, ഏത് വലിയത്, വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു. മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെയും അത് ഇരിക്കുന്നവരെയും ചൊല്ലി സത്യം ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതുകപ്പ, ജീരകം ഇവയിൽ പാതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തെ കവർച്ചയും അതെ അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ കിണ്ടികണ്ണുകളുടെ ആ പുറം വെടിപ്പാക്കുന്നതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. ഹല്ലേലൂയ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. വെള്ളത്തേറ്റ ശവ കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന ആ വിളി കേൾക്കുമ്പോൾ ആമേൻ, കർത്താവിനോട് കൂടെ നിത്യകാലം ലജ്ജിക്കാതെ ജീവിക്കുവാൻ ഇടയാകേണ്ടതിന് ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിത് നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചുകൊണ്ട്, ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികൾ ആകെയില്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. പിതാക്കന്മാരുടെ ആമേൻ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? നോക്കണമേ, യേശു കർത്താവ് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാ, പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? നോക്കുക, പറയത്തക്ക വിധത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ദൈവം വെച്ചിരിക്കുന്ന നീതിയോ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയോ അംഗീകരിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നേതാക്കന്മാരായി മാറുവാൻ എന്തും വളച്ചൊടിച്ച് പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെ, ഒരു കൂട്ടം അണികളെ നോക്കി യേശു പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ. അത്തരം ഒരു നേതാവിനെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഒരു കുഴിയിൽ വീഴും. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേതാക്കന്മാരായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാണ്. അതിനാൽ ലോകത്തെ മറ്റുള്ളവർക്ക്, ഹല്ലേലൂയ, മികച്ച ആമേൻ അതെ ഒരു സ്ഥലമാക്കി മാറ്റേണ്ടത് നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു അന്ധനായ നേതാവാണെന്ന് ഹല്ലേലൂയ അറിയുന്നത് യേശു ക്രിസ്തുവിൽ നിന്നുള്ള രോഗശാന്തിക്കായി ആമേൻ ആശ്രയിക്കുന്നതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ആത്മീയ രോഗം.
ഹല്ലേലൂയ. നിങ്ങൾ അന്ധനായ നേതാവാണെന്ന് അറിയാം. ആമേൻ. ക്രിസ്തുവിൽ നിന്നുള്ള ആമേൻ ആ വിടുതൽ, ആ സൗഖ്യം, ആ കാഴ്ചപ്പാട് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി. അവൻ നിങ്ങളുടെ ആത്മീയ അന്ധതയെ സുഖപ്പെടുത്തുകയും നിങ്ങളെ പോലെ തന്നെ ഹല്ലേലൂയ ഒരു നേതാവാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ അവനെ പോലെ ഞാനും നിങ്ങളും ആമേൻ ഈ ഭൂമിയിൽ ആയിത്തീർന്ന ശേഷം ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ പോലെയുള്ള മഹാനായ നേതാക്കളാകുവാൻ, മറ്റുള്ളവരെ പരിശീലിപ്പിക്കുവാനും കൈപിടിച്ചുയർത്തുവാനും ഹല്ലേലൂയ നമ്മൾ പ്രാപ്തിയുള്ളവരായി ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടുമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ സമർപ്പിക്കും? ഹല്ലേലൂയ. പ്രാരംഭത്തിൽ നാം വായിച്ച വചനം ഹല്ലേലൂയ മറക്കരുത്. ഹല്ലേലൂയ. എന്താണ് വായിച്ചത്? അവരെ വിടുവിൻ. ഹല്ലേലൂയ. അവർ കുരുടരായ വഴികാട്ടികൾ അത്രേ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി യഥാർത്ഥമായി കാഴ്ചപ്പാടുള്ളവരായി ഹല്ലേലൂയ അനേകരെ നിത്യതയിലേക്ക് കാഴ്ചപ്പാടുള്ളവരായി കൈപിടിച്ചുയർത്തുവാൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിന്റെ ഒരു പകർച്ച, ആത്മാവിന്റെ ഒരു അഭിഷേകം ഇന്ന് രാത്രി ശിഷ്യന്മാര് ഒരുമനപ്പെട്ട് ഏകാഗ്രതയോടെ അമാളിക മുറിക്കകത്തിരുന്ന് പ്രാപിച്ചതുപോലെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ഏവരെയും തന്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ ശക്തനായ ദൈവം ആമേൻ ചില മേഖലകളിൽ നിന്ന് ആമേൻ പുറത്തേക്ക് എടുക്കുന്ന വിടുവിക്കുന്ന രാത്രിയ. ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ചില തലമുറകൾ വിടുവിക്കപ്പെടട്ടെ, ചില രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ കട്ടപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തികൾ, തലമുറകൾ ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുക ഞാൻ അവനെ ഉയർത്തും. ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ ഉയർച്ച പ്രാപിക്കട്ടെ, ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി ഞങ്ങളുടെ പുണ്യനാമം മഹത്വപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിക്ക് ആമേൻ എന്റെ കണ്ണുകൾ ആമേൻ തുറക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഓരോരുത്തരും സ്വയം സമർപ്പിക്കപ്പെടട്ടെ. ഹൃദയത്തിന് ആമേൻ സന്തോഷവും ഹല്ലേലൂയ ആനന്ദവും ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരു നേതാവായി അത് ഉയർന്നു വരുവാൻ പരിശീലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, അത് കൂടാതെ നിരവധി ആളുകളെ അവരുടെ കഴിവുകളും സമ്മാനങ്ങളും ആമേൻ തിരിച്ചറിയുവാൻ, അവരെ നയിക്കുവാൻ, അവരുടെ കഴിവുകൾ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവനാമ മഹത്വത്തിനും ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഓരോ കുടുംബങ്ങളെ, ഓരോ വ്യക്തികളെ, തലമുറകളെ അങ്ങ് വചനം കൊണ്ട് ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തി അവിടുന്ന് കൈപിടിച്ച് ഉയർത്തണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ശിഷ്ടായി ആമേൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ എല്ലാവരെയും സഹായിച്ചു. പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം, മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്ക് കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിശ്ചയമായും ദൈവം ഒരു നേതാവായി, ഒരു ജേതാവായി നിങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം, മാനിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. നാളെ ദൈവം അനുവദിച്ചാൽ ലൈവ് അല്പം നേരത്തെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പകലായിരിക്കും. നാളെ രാത്രി എനിക്ക് ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഒരു പക്ഷേ നേരത്തെ നടത്തുവാൻ ആഗ്രഹമുണ്ട്. അല്ല സാഹചര്യം രാത്രിയിൽ നടത്തുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും രാത്രി തന്നെ നടത്തും. ഈ കർത്താവ് സഹായിക്കും. ഗോഡ് ബ്ലെസ്.